ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ, വചനം തിരുവചനം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഈശോ നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. തൻ്റെ വചനം കേൾക്കുകയും വായിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ഒക്കെ ചെയ്യുന്ന തൻ്റെ ഭക്തരെ ദൈവം എത്രമാത്രം അനുഗ്രഹിക്കുന്നുവെന്ന് നമുക്ക് ചുറ്റുമുള്ള ലോകം നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. വചനമനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് സർവപ്രധാനം. ഒരു വ്യക്തി വചനാനുസൃതമാണ് ജീവിക്കുന്നതെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഒരുപാട് നന്മയുടെ അനുഗ്രഹങ്ങളുടെ ഒരു വശമുണ്ട്. അവനെ നയിക്കുന്നത് ദൈവമാണെന്ന് കാണുന്നവർക്ക് പോലും തോന്നാൻ തക്ക വിധത്തിൽ അവൻ്റെ പ്രവൃത്തികൾ അത്രമാത്രം അനുഗ്രഹപ്രദമാകും. ഇന്ന് ഈ വചനത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വചനാനുസൃതമായ ഒരു ജീവിതം നയിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് പറയുന്ന വചനം, അങ്ങ് പറഞ്ഞ വചനം, അതിൻ്റെ ഉൾപ്പൊരുളുകൾ ഗ്രഹിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജോബിൻ്റെ പുസ്തകമാണ് ഇന്നത്തെ നമ്മുടെ പ്രതിപാദനം, നമ്മുടെ ധ്യാന വിഷയം. നമുക്കറിയാം, ഇന്ന് എല്ലാ മനുഷ്യരും, ഒട്ടുമിക്ക മനുഷ്യരും സഹനങ്ങളുടെ മുമ്പിൽ പകച്ചു നിൽക്കുന്നവരാണ്. ചിലരൊക്കെ പറയും, എൻ്റെ ദൈവം ഇത് എനിക്ക് അനുവദിച്ചു തന്നു. സഹനങ്ങളുടെ മുമ്പിൽ ദൈവത്തെ പഴിക്കുന്നവരും, ദൈവം തന്നെ എന്തോ വലിയ കാര്യം, വലിയ ദ്രോഹം ചെയ്യുന്നത് പോലെ ദൈവത്തിനെതിരെ പിറുപിറുക്കുക, ദൈവത്തെ പഴിക്കുക, ദൈവത്തെ ശപിക്കുക, ദൈവത്തിൽ നിന്ന് ഓടി അകലാൻ ശ്രമിക്കുക, ദൈവത്തെക്കുറിച്ച് മോശമായിട്ട് മറ്റുള്ളവരോട് സംസാരിക്കുക. ഇങ്ങനെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് എത്രത്തോളം അകലാമോ അത്രത്തോളം അകലാനായിട്ട് ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളുമൊക്കെ. ഇതിനിടയിൽ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഇതിനിടയിലും ഒരുപാട് പേര് ഈ സഹനങ്ങളിൽ ദൈവത്തെ തിരിച്ചറിയുന്നവരുമുണ്ട്. അത് വിസ്മരിച്ചിട്ടല്ല ഇവിടെ നാം പറയുക. സഹനത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എവിടെ നിന്നാണ് ഈ സഹനമൊക്കെ കടന്നു വന്നത്? എങ്ങനെയാണ് ഈ സഹനങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്? ഈ സഹനത്തിൻ്റെ പുറകിൽ ദൈവത്തിന് എന്തെങ്കിലും പദ്ധതിയുണ്ടോ? ഈ സഹനം ആരിൽ നിന്ന് വന്നു? ആരാണിത് അനുവദിച്ചത്? ഈ വചനഭാഗം നമ്മെ സഹായിക്കുമെന്ന് ചിന്തിക്കുകയാണ്. ജോബിൻ്റെ പുസ്തകം ആരംഭിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ജോബ് ദൈവത്തിൻ്റെ ഒരു നല്ല സ്നേഹിതനാണ്. ദൈവത്തിന് ജോബിനെക്കുറിച്ച് നല്ല മതിപ്പാണ്. നല്ല ഒരു വ്യക്തിയായിട്ടാണ് ദൈവം ജോബിനെ അവതരിപ്പിക്കുന്നത്. നീ ലോകം മുഴുവനും ചുറ്റി നടന്നില്ലേ? പിശാചിനോട് ചോദിക്കുന്നതാണ്, സാത്താനോട് ചോദിക്കുകയാണ് ദൈവം. നീ ജോബിനെ കണ്ടോ? അവനെപ്പോലെ എത്ര നല്ല മനുഷ്യൻ, സത്യസന്ധനാണ്, വിശ്വസ്തനാണ്, അങ്ങനെയുള്ള ദൈവത്തെ സ്നേഹിക്കുന്ന ഇത്ര നല്ലൊരു മനുഷ്യനെ നീ വേറെ കണ്ടിട്ടുണ്ടാവില്ല. നീ ജോബിനെ ശ്രദ്ധിച്ചോ? ദൈവം സാത്താനോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇങ്ങനെ അവതരിപ്പിച്ചിട്ടാണ് ജോബിൻ്റെ പുസ്തകം അവതരിപ്പിക്കുക. സാത്താൻ ദൈവത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ജോബ് ഇത്രയും നല്ലതായതിൻ്റെ കാരണം നീ ജോബിനും അവൻ്റെ സ്വത്ത് വകകൾക്ക് ചുറ്റും വേലി കെട്ടി സൂക്ഷിച്ചത് കൊണ്ടാണ്. സക്രിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. സക്രിയ പ്രവാചകന്റെ പുസ്തകം 9:8 നമ്മൾ വായിക്കും, ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും. ഒരു മർദ്ദകനും അതിൽ പ്രവേശിക്കുകയില്ല, എൻ്റെ കണ്ണ് അതിന്മേലുണ്ട്. എത്ര വലിയ സംരക്ഷണമാണ് ദൈവജനത്തിന് ദൈവം കൊടുക്കുന്നത്. ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും. ഏതാണ് എൻ്റെ ഭവനം? ദൈവജനത്തിൻ്റെ ഭവനം ദൈവത്തിൻ്റെ ഭവനമാണ്. ദൈവമാണ് നമ്മെ ചില സ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നത്. അവിടെ ദൈവത്തിൻ്റെ സംരക്ഷണ വലയമുണ്ട്. അപ്പോൾ ദൈവം തൻ്റെ ആ സംരക്ഷണ വലയത്തിനുള്ളിൽ നമ്മൾ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കൊരു സംരക്ഷണ വലയം തരുന്നുണ്ട്. ഇവിടെ ജോബിനെ കുറിച്ച് സാത്താൻ പറയുന്നത് ഇങ്ങനെയാണ്, നീ അവനും അവൻ്റെ സ്വത്ത് വകകൾക്ക് ചുറ്റും വേലി കെട്ടി സൂക്ഷിച്ചത് കൊണ്ടാണ് അവൻ നിന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നതെന്ന്. എന്നിട്ട് ദൈവം ജോബിനെ പരീക്ഷിക്കാനായിട്ട്, ജോബ് പരീക്ഷിക്കപ്പെടാൻ, ദൈവം ജോബിനെ പരീക്ഷിക്കുകയല്ല, ജോബ് പരീക്ഷിക്കപ്പെടാൻ ഒരവസരം അത് സാത്താൻ ദൈവത്തോട് ചോദിക്കുന്നു.
ദൈവം അനുവദിച്ചു കൊടുക്കുന്നു. പിന്നീട് നാം വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ കാണുന്നത് 16-ാമത്തെ വചനം, 1-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വചനം നമ്മൾ കാണുന്നു. അവൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് മറ്റൊരുവൻ വന്നു പറഞ്ഞു, ദൈവത്തിൻ്റെ അഗ്നി ആകാശത്തിൽ നിന്നിറങ്ങി ആടുകളെയും ദാസന്മാരെയും ദഹിപ്പിച്ചു കളഞ്ഞു. വിവരം അങ്ങയോട് പറയാൻ ഞാൻ മാത്രം അവശേഷിച്ചു. ദൈവം അനുവാദം കൊടുത്തു അവൻ്റെ സ്വത്തുവകകളുടെ മേൽ കൈവച്ചോളാൻ. പക്ഷേ അവൻ്റെ ജീവൻ്റെ മേൽ കൈവെക്കാൻ നിനക്ക് അവകാശമില്ല, അത് ഞാൻ നിനക്ക് തരില്ല. സ്വത്തുവകകളുടെ മേൽ, സമ്പത്തിൻ്റെ മേൽ, മക്കളുടെ മേലൊക്കെ കൈവെക്കാൻ ദൈവം സാത്താന് അനുവാദം കൊടുത്തു. അത് ഒരു വെല്ലുവിളിയാണ്. ദൈവം ഒരുപക്ഷെ ജോബിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് ദൈവത്തിന് നല്ല ബോധ്യമുണ്ടാകാം, ദൈവത്തിന് നല്ല മതിപ്പുണ്ടാകാം. നമ്മൾ ചില മക്കളെക്കുറിച്ച് മാതാപിതാക്കൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ഇന്ന മകൻ, അവൻ എവിടെ പോയാലും എനിക്കൊരു ഭയവുമില്ല, കാരണം എതിലെ പോയാലും തിരിച്ചു വരാൻ അവനറിയാം. അവൻ അത്രയ്ക്ക് പക്വതയും പാകതയും ഉണ്ട്. ഒരുവിധം കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവന് അറിവുണ്ട്, അവബോധമുണ്ട്. അവൻ പോകുന്ന വഴി സുരക്ഷിതമാക്കി പോകും. അവനൊരു പിടുത്തമുണ്ട്. അവനറിയാം അവൻ എങ്ങനെ ജീവിക്കണമെന്ന് അവനറിയാം. അതുകൊണ്ട് തന്നെയും എനിക്ക് അവനെക്കുറിച്ച് യാതൊരു ഉത്കണ്ഠയുമില്ല. എന്നാൽ എൻ്റെ ഇന്ന മകൻ, അവൻ പുറത്തു പോയാൽ തിരിച്ചു വരുന്നത് വരെ എനിക്ക് ആകുലതയാണ്. കാരണം അവൻ എങ്ങനെ പോയിട്ട് തിരിച്ചു വരും, പോയതുപോലെ തിരിച്ചു വരുമോ, എനിക്ക് ആകുലതയുണ്ട്. അവൻ്റെ ജീവിതം അത്രയ്ക്ക് ഡെപ്ത് ഉള്ളതല്ല, ആഴമുള്ളതല്ല. അവൻ എവിടെ നോക്കി അവൻ കാണുന്നിടത്തൊക്കെ തട്ടി വീഴുന്നവനാണ്. എന്തെങ്കിലുമൊക്കെ ദുശീലങ്ങൾക്കൊക്കെ അടിമപ്പെട്ടു പോകുന്നവനാണ്. അവൻ്റെ വ്യക്തിത്വത്തിൽ അത്ര ആഴമില്ല. ചിലരെക്കുറിച്ച് അങ്ങനെ പറയും. അപ്പോൾ അവർ പുറത്തു പോകുമ്പോൾ വലിയ ഉത്കണ്ഠയോടെ കാത്തിരിക്കുകയാണ് അവരുടെ വരവ് നോക്കി. ഇങ്ങനെ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾക്ക് പോലും തങ്ങളുടെ മക്കളെക്കുറിച്ച് ചിലരെക്കുറിച്ച് ചില ബോധ്യങ്ങളുണ്ട്, ചില തിരിച്ചറിവുണ്ട്. അത് ചിലരെക്കുറിച്ച് നല്ല ആഴപ്പെട്ട നല്ല ബോധ്യമായിരിക്കും, പോസിറ്റീവായിരിക്കാം, ചിലരെക്കുറിച്ച് നെഗറ്റീവായിരിക്കാം. ദൈവം ജോബിനെക്കുറിച്ച് പറഞ്ഞത്, എനിക്ക് അവനെ അറിയാം, അവൻ വിശ്വസ്തനാണ്. അവനെക്കുറിച്ച് പറയുന്ന ഒരു വചനഭാഗം അത് വളരെ മനോഹരമാണ്. ജോബിനെ കുറിച്ച് ദൈവത്തിൻ്റെ അഭിപ്രായം 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ തിരുവചനം പറയുകയാണ്, എൻ്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചോ, അവനെപ്പോലെ സത്യസന്ധനും നിഷ്കളങ്കനും ദൈവത്തെ ഭയപ്പെടുന്നവനും തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനുമായി ഭൂമുഖത്ത് ആരെങ്കിലും ഉണ്ടോ? 4 വിശേഷണങ്ങൾ ജോബിനെക്കുറിച്ച് പറയുന്നുണ്ട്. അവൻ സത്യസന്ധനാണ്, നിഷ്കളങ്കനാണ്, ദൈവത്തെ ഭയപ്പെടുന്നവനാണ്, തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുന്നവനാണ്. ഇങ്ങനെയുള്ള ജോബിനെ പരീക്ഷിക്കുന്ന സാത്താൻ അവനുള്ള വസ്തുവകകളുടെ മേലൊക്കെ അതിനെയൊക്കെ നശിപ്പിക്കുന്നത് തുടർന്ന് വരുന്ന വചനഭാഗങ്ങളിൽ നാം കാണുന്നുണ്ട്. നിങ്ങൾ ഈ വചനഭാഗങ്ങളൊക്കെ എടുത്ത് വായിച്ച് ധ്യാനിക്കുന്നത് നല്ലതാണ്. അതിലെ 16-ാമത്തെ വചനം പറയുന്നത്, ദൈവത്തിൻ്റെ അഗ്നി ഇറങ്ങി ആടുകളെയും ദാസന്മാരെയും ദഹിപ്പിച്ചു. ഒരു ഭൃത്യൻ വന്നിട്ട് പറയുകയാണ് ജോബിനോട്, ദൈവത്തിൻ്റെ അഗ്നി ആകാശത്ത് നിന്ന് ഇറങ്ങി. ആടുമാടുകൾ വയലിൽ മേയുന്നുണ്ട്, അവരുടെ മേൽ ആകാശത്തിൽ നിന്ന് അഗ്നി ഇറങ്ങുന്നത് കണ്ടപ്പോൾ ദാസന്മാർ വിചാരിച്ചു അത് ദൈവത്തിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. പ്രിയപ്പെട്ടവരെ, വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ദൈവമല്ല അഗ്നി ഇറക്കിയത്, അത് സാത്താനാണ്. അപ്പോൾ ഇവിടെ നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. ജീവിതത്തിൽ വരുന്ന എല്ലാ ദുരിതങ്ങളും അത് ദൈവത്തിൽ നിന്നാണെന്ന് ആരോപിക്കരുത്. ദൈവം തിന്മയാൽ ഒരുവനെ പരീക്ഷിക്കുകയില്ല എന്ന് യാക്കോബ് ശ്ലീഹ എഴുതി വച്ചിട്ടുണ്ട്. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം നമ്മെ അത് പഠിപ്പിക്കുന്നു. യാക്കോബ് ശ്ലീഹ പറയുകയാണ്, ഒരുവൻ പരീക്ഷിക്കപ്പെടുമ്പോൾ താൻ ദൈവത്താലാണ് പരീക്ഷിക്കപ്പെടുന്നതെന്ന് ഒരുവനും പറയരുത്. പിന്നെ എന്താണ് സംഭവിക്കുന്നത്? യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 1-ാം അധ്യായം 13-ാമത്തെ വചനം പറയുകയാണ്, പരീക്ഷിക്കപ്പെടുമ്പോൾ താൻ ദൈവത്താലാണ് പരീക്ഷിക്കപ്പെടുന്നത് എന്ന് ഒരുവനും പറയാതിരിക്കട്ടെ. എന്തെന്നാൽ ദൈവം തിന്മയാൽ പരീക്ഷിക്കപ്പെടുന്നില്ല, അവിടുന്ന് ആരെയും പരീക്ഷിക്കുന്നുമില്ല. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ്.
ഇവിടെ പറയാണ്, ആരെയും ദൈവം തിന്മയാൽ പരീക്ഷിക്കുന്നില്ല. ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല. ചില പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ നാം അറിയേണ്ടത്, ദൈവം ഒരിക്കലും തിന്മയാൽ നമ്മെ പരീക്ഷിക്കുന്നില്ല. നാം പരീക്ഷിക്കപ്പെടാൻ ദൈവം ഇടവരുത്തുമ്പോഴും വിശ്വസ്തയോടെ നിലനിൽക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കുമെന്ന് ജോബിൻ്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. ജോബിൻ്റെ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ജോബിന് എന്തൊക്കെ നഷ്ടപ്പെട്ടോ അതെല്ലാം 7 ഇരട്ടി തിരിച്ചു കൊടുക്കുന്ന ദൈവം. ജോബിൻ്റെ വിശ്വസ്തതയെ ഒന്ന് പരീക്ഷിക്കപ്പെടാനായിട്ട് അവസരം ഒരുക്കിയപ്പോൾ ദൈവം അതിനെ അനുവദിക്കുകയും ആ പരീക്ഷണങ്ങളെ അതിജീവിച്ച് കഴിഞ്ഞപ്പോൾ വലിയ പ്രതിഫലം കൊടുക്കുകയും ചെയ്തു. ദൈവം ജോബിനെക്കുറിച്ച് പറയുന്ന മറ്റൊരു മനോഹരമായ വചനം ഇതാണ്. 2-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 3-ാമത്തെ തിരുവചനം പറയുകയാണ്, എൻ്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചോ, അവനെ പോലെ നിഷ്കളങ്കനും നീതിനിഷ്ഠനും തിന്മയിൽ നിന്ന് അകന്നു ജീവിക്കുന്നവനുമായി മറ്റാരെങ്കിലും ഭൂമുഖത്തുണ്ടോ? അകാരണമായി അവനെ നശിപ്പിക്കാൻ നീ എന്നെ സമ്മതിപ്പിച്ചുവെങ്കിലും അവൻ്റെ വിശ്വസ്തത അചഞ്ചലമായി നിലനിൽക്കുന്നു. പിശാചിനോട് ദൈവം പറയുകയാണ്, അകാരണമായി, കാരണമില്ലാതെ അവനെ നശിപ്പിക്കാൻ, അവനെ പരീക്ഷിക്കാൻ നീ എന്നെ സമ്മതിപ്പിച്ചെങ്കിലും, നീ എന്നിൽ നിന്ന് അനുവാദം വാങ്ങിയെടുത്തെങ്കിലും അവൻ്റെ വിശ്വസ്തത അചഞ്ചലമായി നിലനിൽക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ നിമിഷങ്ങളിൽ നമ്മൾ പറയില്ലേ, ഞാൻ ഇത്രയൊക്കെ നല്ലത് ചെയ്തിട്ടും തിന്മ ചെയ്യുന്നവരുടെ ജീവിതത്തിൽ എന്ത് പ്രതികൂല സാഹചര്യം ഉണ്ടായാലും അത് ദൈവത്തിൽ നിന്നാണെന്ന് നമ്മൾ സാധാരണഗതിയിൽ പറയാറില്ല. നമ്മൾ പറയാം, അവൻ അങ്ങനെയൊക്കെ വേണം, കാരണം അത് അവൻ്റെ കയ്യിലിരിപ്പ് അങ്ങനെയാണ്, അവൻ അങ്ങനെയാണ്, അവൻ്റെ സ്വഭാവം അങ്ങനെയാണ്, അവനത് കിട്ടിയില്ലെങ്കിലേ അതിശയമുള്ളൂ. അപ്പോൾ അവൻ അങ്ങനെയൊക്കെ ദുരന്തങ്ങൾ വന്നതിൽ നമുക്ക് അതിശയിക്കാനൊന്നുമില്ല. നേരെ മറിച്ച് വിശ്വസ്തനായ, ദൈവിക കാര്യങ്ങളിൽ വിശ്വസ്തതയുള്ള, ദൈവത്തിൽ ആശ്രയിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, പള്ളിയിൽ പോകുന്ന, കൂദാശകളൊക്കെ സ്വീകരിക്കുന്ന, മാന്യനായി ജീവിക്കുന്ന, സമൂഹത്തിൽ നിലയും വിലയുമുള്ള മാന്യനായി ജീവിക്കുന്ന ചില വ്യക്തികളുടെ ജീവിതത്തിൽ ചില സഹനങ്ങൾ കടന്നു വരുമ്പോൾ നമുക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. എന്തുകൊണ്ട് അവനിങ്ങനെ വന്നു? അവൻ്റെ ജീവിതം അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ, എന്നിട്ടും അവനിങ്ങനെ വന്നെങ്കിൽ തമ്മിപ്പേദം തൊമ്മൻ എന്ന് പറയുന്നത് പോലെ അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ പള്ളിയിൽ പോകുന്നെന്തിനാ? അങ്ങനെ ചോദ്യം ചെയ്യുന്ന ചിലരുണ്ട്. പള്ളിയിൽ പോയിട്ടും പ്രാർത്ഥിച്ചിട്ടും അവൻ അങ്ങനെയൊക്കെ വന്നെങ്കിൽ ഒന്നും പോകാതിരിക്കുന്നതല്ലേ നല്ലത്? അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊന്നും നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ മാനദണ്ഡങ്ങളല്ല. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായാൽ അത് ദൈവം നമ്മളിൽ നിന്ന് അകന്നു നിൽക്കുന്നു എന്നും, അല്ലെങ്കിൽ ദൈവം അതൊക്കെ അനുവദിക്കുന്നു എന്നും, എല്ലാം സ്മൂത്തായിട്ട് പോകുമ്പോൾ ദൈവം കുഴപ്പമില്ല, ദൈവം നല്ലവനാണ്, ദൈവം സ്നേഹിക്കുന്നു എന്നും അങ്ങനെ ഒരു മാനദണ്ഡം മനുഷ്യൻ വെക്കുന്നത് അത് ദൈവികമല്ല. നാം നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെ തിരിച്ചറിയാൻ പഠിക്കണം. നന്മ ചെയ്തിട്ട് നിങ്ങൾക്ക് കഷ്ടത അനുഭവിക്കേണ്ടി വന്നാൽ, പത്രോസ്ലീഹ പറയുന്നത് അങ്ങനെയല്ലേ? പത്രോസ്ലീഹ എഴുതിയ 1-ാമത്തെ ലേഖനത്തിൻ്റെ 3-ാമത്തെ അധ്യായം 17-ാമത്തെ തിരുവചനത്തിൽ പറയാം. 1 പത്രോസ് 3:17 ഇങ്ങനെയാണ് പറയുന്നത് വചനം: നന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുക എന്നതാണ് ദൈവവിഹിതമെങ്കിൽ അതാണ് തിന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുക എന്നതിനേക്കാൾ നല്ലത്. നന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുക എന്നതാണ് ദൈവഹിതമെങ്കിൽ അതാണ് തിന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുക എന്നതിനേക്കാൾ നല്ലത്. അപ്പോൾ ജീവിതത്തിൽ ചില കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം നല്ലത് മാത്രം പ്രവർത്തിക്കുന്നു, നല്ലത് മാത്രം ചിന്തിക്കുന്നു, എന്നിട്ടും ചില കഷ്ടതകളൊക്കെ നാം അനുഭവിക്കേണ്ടി വരുന്നുണ്ട് എങ്കിൽ അത് തന്നെയാണ് നല്ലതെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഈ പരീക്ഷണങ്ങളൊക്കെ കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്ന ജീവന്റെ കിരീടം കൊടുക്കാൻ ദൈവം കാത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയും, ചിലപ്പോൾ പറയും, ഓ ഇവിടെ ഇങ്ങനെ കഷ്ടപ്പാടും ഞെരുക്കങ്ങളും ഒക്കെ സഹിച്ചിട്ട് സ്വർഗത്തിൽ സ്വർഗം ഉണ്ടോയെന്ന് നമുക്കറിയില്ല, ഇനി ഉണ്ടെങ്കിൽ തന്നെ അവിടെ കിട്ടിയിട്ട് എന്താ കാര്യം, ഇവിടെ കിട്ടാതെ അവിടെ കിട്ടിയിട്ട് എന്താ കാര്യമെന്ന് പറയുന്ന ചില വ്യക്തികളെ ഞാൻ കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എവിടെ കിട്ടുന്നു എന്നുള്ളതല്ല, ഇവിടെ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നിത്യതയിൽ കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിത്യതയെ നിസ്സാരമായി കാണുന്നവർക്ക് മാത്രമേ
ഇവിടെ കിട്ടാതെ അവിടെ കിട്ടിയിട്ട് എന്താ കാര്യമെന്ന് ചോദിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നിത്യതയ്ക്ക് വില കൊടുക്കുന്നവൻ, നിത്യതയെക്കുറിച്ച് ബോധ്യമുള്ളവൻ, നിത്യതയെക്കുറിച്ച് അറിവുള്ളവൻ, ചിന്തയുള്ളവൻ ഒരിക്കലും പറയില്ല ഇവിടെ കിട്ടാതെ അവിടെ കിട്ടിയിട്ട് എന്താ കാര്യമെന്ന്. ഇവിടെ കിട്ടിയില്ലെങ്കിലും നിത്യത കിട്ടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതെന്ന് നമ്മുടെ പൂർവികർ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നു. തിരുസഭയിലെ വിശുദ്ധരുടെ ഗണങ്ങൾ മുഴുവനും നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അവരെല്ലാം ഇവിടെ എന്ത് കിട്ടും എന്ന് ചിന്തിച്ചിട്ടല്ല ജീവിച്ചതെന്ന് നമുക്കറിയാം. ഇവിടെ എന്ത് കിട്ടും എന്നുള്ളതല്ല. നമ്മുടെ കേരളത്തിൽ വിശുദ്ധരെന്ന് വിളിക്കപ്പെട്ടവരെല്ലാം അങ്ങനെ തന്നെ. ഇവിടെ എന്ത് കിട്ടി എന്നുള്ളത് നോക്കിയാൽ ഇവിടെ വട്ടപൂജ്യം കിട്ടിയെന്നേ പറയാനുള്ളൂ. ഇവിടെ കിട്ടിയതിൻ്റെ വലുപ്പമല്ല, ഇവിടെ എന്തു കൊടുക്കാൻ കഴിഞ്ഞു, ഇവിടെ എന്തു കൊടുക്കാൻ കഴിഞ്ഞു, ഈ കൊടുക്കുന്നതിന് എനിക്ക് അവിടെ കിട്ടും എന്ന പ്രതീക്ഷ. അതാണ് പ്രിയപ്പെട്ടവരെ നമ്മെ ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കഷ്ടങ്ങളുടെയും നഷ്ടങ്ങളുടെയും മുഖത്തേക്ക് നോക്കിയിട്ട് മുമ്പിൽ നിന്നിട്ട് ഇത് ദൈവം അനുവദിച്ചതാണെന്ന് പറഞ്ഞ് ദൈവത്തെ പഴിക്കരുത്. ദൈവമേ, ഈ സഹനത്തിന് പുറകിൽ അങ്ങയുടെ കരമുണ്ടോ എനിക്കറിയില്ല. ഈ സഹനത്തിൻ്റെ പുറകിൽ തിന്മയുടെ കരങ്ങളാണോ എനിക്കറിയില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ കടന്നു പോകുന്ന ഈ സഹനത്തിൻ്റെ വഴികൾ അങ്ങ് കടന്നുപോയ വഴികളാണ്. അങ്ങയുടെ പുറകെ എൻ്റെ കുരിശും താങ്ങിക്കൊണ്ട് വരാൻ എനിക്ക് ഒരവസരം തന്നല്ലോ. ഈ അവസരത്തെ പാഴാക്കാതെ ഇതിനെ സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള ആത്മധൈര്യം, മനോധൈര്യം, ശക്തി എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിനെ ദൈവം അനുഗ്രഹിക്കാതിരിക്കുമോ പ്രിയപ്പെട്ടവരെ? നമ്മെ നോക്കിയിട്ട് സ്വർഗം സന്തോഷിക്കും. കണ്ടോ, എൻ്റെ വിശ്വസ്തദാസൻ്റെ വിശ്വസ്തത എത്രയോ വലുതാണെന്ന്. അങ്ങനെ വിശ്വാസത്തോടെ വിശ്വസ്തയോടെ നിലനിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ലോകത്ത് ലഭിക്കുന്ന സഹനങ്ങളൊന്നും സഹനങ്ങളല്ല. സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിനൊരു മാധുര്യം അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിനെ നഷ്ടധൈര്യനാക്കാതെ മനസ്സിനെ ബലപ്പെടുത്താൻ നമുക്ക് സാധിക്കും. ഈ സഹനത്തിനപ്പുറത്ത് ദൈവം എനിക്ക് ഒരു വലിയ നിധി സമ്മാനിച്ചിട്ടുണ്ട്, ഒരു വലിയ സമ്മാനം ഒരുക്കി വെച്ചിട്ടുണ്ടെന്നുള്ള ചില ബോധ്യങ്ങളും ചിന്തകളും നമ്മുടെ മനസ്സിനെ ബലപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, സഹനങ്ങൾ മാറിപ്പോകണമെന്ന് പ്രാർത്ഥിക്കാൻ ആർക്കാ സാധിക്കുക? പ്രാർത്ഥിച്ചാൽ തന്നെ ആ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകുമെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? അനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്, പ്രത്യേകിച്ച് ഈ കാലഘട്ടം സഹനത്തിൻ്റെ തീച്ചൂളയിലൂടെ കടന്നു പോകുന്ന കാലങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, കുടുംബത്തിലേക്ക് നോക്കിയാൽ മതി സഹനത്തിൻ്റെ തീച്ചൂള മനസ്സിലാക്കാനായിട്ട്. ഇന്ന് മാതാപിതാക്കൾക്ക് മക്കളെക്കുറിച്ച് ഇങ്ങനെ വേദനിക്കാതിരിക്കാൻ പറ്റുമോ? മക്കൾ ഒരു വേള ഇന്നത്തെ കാലഘട്ടത്തിൽ മക്കളെന്ന് പറയുന്നത് മാതാപിതാക്കളുടെ അഗ്നികുണ്ഡമാണ്. മക്കൾ പുറത്തേക്ക് പോയാൽ തിരിച്ചു വരുന്നത് എങ്ങനെയെന്ന് തിരിച്ചു വരുന്നത് വരെ ആദ്യ പിടിച്ച് കഴിയുന്ന മാതാപിതാക്കൾ സഹനത്തിൻ്റെ തീച്ചൂളയിലൂടെ അല്ലേ കടന്നു പോകുക? പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്നൊരു വ്യത്യാസം അല്ലെങ്കിൽ ഇതിൽ നിന്നൊരു മാറ്റം നമ്മൾ പ്രതീക്ഷിക്കണോ? അറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ സഹനത്തിലൂടെ കടന്നു പോകുമ്പോഴും എൻ്റെ ദൈവം കാക്കുന്നില്ലെങ്കിൽ ഞാൻ എത്ര കണ്ണുമ പൂട്ടാതെ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്നിട്ടും കാര്യമില്ലെന്നുള്ളൊരു തിരിച്ചറിവ്. അതുകൊണ്ട് കാത്തിരിക്കേണ്ട എന്ന് അർത്ഥമില്ലെന്ന് നമുക്കറിയാലോ. ദൈവം പരിപാലിക്കുന്നില്ലെങ്കിൽ എല്ലാം വ്യർത്ഥമാണെന്നൊരു തിരിച്ചറിവിലേക്കാണ് നാം കടന്നു വരേണ്ടത്. അങ്ങനെ തിരിച്ചറിവിലേക്ക് കടന്നു വരുമ്പോൾ സഹനങ്ങളൊക്കെ ഒരു പരിധിവരെ നമുക്ക് സന്തോഷമായി മാറും. ഒരു പരിധിവരെ നമ്മുടെ മനസ്സിനെ അത് അലട്ടാതെ കടന്നു പോകാനായിട്ട് കഴിയും. സഹനത്തിൻ്റെ വേളയിൽ അതിലൂടെ ഒന്ന് കടന്നു പോകുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. കുരിശിൽ കിടന്ന് പിടയുന്ന ഈശോയ്ക്ക് ആ പിടഞ്ഞ ഒരു സമയമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, ആ സമയം കഴിഞ്ഞപ്പോൾ എല്ലാം ശാന്തമായില്ലേ? എല്ലാം ശാന്തമാകും. ഏത് സഹനവും ശാന്തമാകുന്ന ഒരു നിമിഷമുണ്ട്. ആ നിമിഷം വിദൂരത്തല്ലെന്ന് സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ വിശ്വസിക്കാൻ നമുക്ക് കഴിയണം. ഒരു സഹനവും അതിൽ തന്നെ അവസാനമില്ലാത്തതല്ല. എല്ലാ സഹനങ്ങൾക്കും ഒരു പരിസമാപ്തിയുണ്ട്. ഒന്ന് കഴിയുമ്പോൾ അത് കഴിയുന്നതിന് മുമ്പേ മറ്റൊന്ന് വന്നെന്നിരിക്കും, അത് വേറെ കാര്യം.
പക്ഷേ ഒരു സഹനം അതിൽ തന്നെ നിലനിൽക്കുകയില്ല. ആ സഹനം ഒരു പരിധി കഴിയുമ്പോൾ ആ സഹനത്തിനൊരു ഒരു 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 കുറവ് വരും. ആ സഹനത്തിൻ്റെ അതിൻ്റെ ആ ഒരു കടുപ്പമുണ്ടല്ലോ, കാഠിന്യമുണ്ടല്ലോ, അത് കുറഞ്ഞു വരും. കുറഞ്ഞ് ഒരു വേള ഒരു പക്ഷേ ഈ സഹനത്തിലൂടെ കടന്നുപോയി തന്നെ നമ്മൾ സഹനങ്ങളെ അതിജീവിക്കാനുള്ള കരുത്ത് നേടും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഏത് മേഖലയിലാവട്ടെ, കുടുംബജീവിതത്തിലേക്ക് നോക്കിയിട്ട്, സമൂഹ ജീവിതത്തിലേക്ക് നോക്കിയിട്ട്, സമർപ്പിത ജീവിതത്തിലേക്ക് നോക്കിയിട്ട്, ലോകത്തിൻ്റെ ഏത് തലത്തിലും നമ്മൾ ചെയ്യുന്നൊക്കെ ഏത് ജോലി മേഖലകളിലും ശുശ്രൂഷ തലങ്ങളിലും എവിടെയാണ് വേദനകളും ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും ഒക്കെ ഇല്ലാത്തത്? ഏത് മേഖലയിലും ഇന്ന് അതുണ്ട്. പക്ഷേ ഒരു കാര്യം മാത്രം, ഇതിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ കയ്യിൽ മുറുകെ പിടിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. കുഞ്ഞു കൊച്ചിനെയുമായിട്ട് തൂക്കുപാലത്തിലൂടെ കടന്നു പോകുന്ന ഒരപ്പൻ്റെ ചിത്രം അത് മനസ്സിൽ കൊണ്ട് നടന്നാൽ മതി. നമ്മളൊക്കെ കടന്നു പോകുന്നത് തൂക്കുപാലത്തിലൂടെയാണെന്ന് വിചാരിച്ചാൽ മതി. അത്ര സ്മൂത്തായ നാഷണൽ ഹൈവേയിലൂടെ അല്ല എപ്പോഴും നമ്മൾ പോവുക. ചിലപ്പോഴൊക്കെ അങ്ങനത്തെ അനുഭവങ്ങൾ നമുക്ക് ആ ഒരു മനോഹരമായിട്ട് സ്മൂത്തായിട്ട് പോകുന്നൊക്കെ സമയങ്ങളും ഉണ്ടാകും. പക്ഷേ കുറേ സമയങ്ങളെങ്കിലും ഈ തൂക്കുപാലത്തിലൂടെ പോകുന്നൊരു അനുഭവം ഉണ്ടാകും. അപ്പോൾ ഓർത്തോണം, ഈ തൂക്കുപാലത്തിലൂടെ ഞാൻ തനിച്ചല്ല കടന്നു പോകുന്നത്. എൻ്റെ കൈ പിടിക്കുന്ന, എന്നെ ബലപ്പെടുത്തുന്ന, ഞാൻ വീഴാതെ സൂക്ഷിക്കുന്ന ഒരപ്പൻ്റെ കൈ പിടിച്ചിട്ടാണ് ഈ തൂക്കുപാലത്തിലൂടെ ഞാൻ കടന്നു പോകുന്നത്. ഇതാടാം, ഇത് ചിലപ്പോൾ താഴേക്ക് പോകുമെന്ന് തോന്നാം. പക്ഷെ ഒരു കാര്യം ഉറപ്പ്, അതുറപ്പാണ്, താഴേക്ക് പോവില്ല. ആ ദൈവം നിങ്ങളെ സംരക്ഷിക്കും. ദൈവം നിങ്ങളുടെ കൈക്ക് പിടിക്കും. ആ കയ്യിൽ മുറുകെ പിടിച്ചാൽ മതി. അങ്ങനെ പിടിച്ച് മുന്നോട്ട് പോകാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് മുമ്പേ ഓടിത്തീർത്ത ഈ ഓട്ടപ്പന്തയം ഓടി വിജയകരമായി പൂർത്തിയാക്കിയവരുടെ ഒരു നീണ്ട നിര നമുക്ക് മുമ്പിലുണ്ട്. അവർ നമുക്ക് ശക്തി പകരട്ടെ. അവരുടെ മാധ്യസ്ഥ്യം നമുക്ക് തേടാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.